ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். செம ஃபிட்டா இருக்காரு பதில. இவனுங்க வேற போலீஸ் ஒப்படைச்சிட்டாங்கப்பா. ஓ, யார் இவரு? இவங்கெல்லாம் தமிழ்ல பேசுறவங்களா தான் இருப்பாங்க, கரெக்டா? அப்படிதான் நினைக்கிறேன். ஆகா, அபிஷியலா இங்க சிஐடியா மாற போறாங்க நினைக்கிறவங்க. தக்க சன்மானம் கொடுப்பாங்க, கவலைப்படாதீங்க. இவர் யாருப்பா காந்தி பத்தி சிரிக்கிறாரு? മലയാളികളാണല്ലേ? സാർ മലയാളിയാണോ? സാർ ഞങ്ങള് രണ്ടുപേരും കൂടെ രാവിലെ കടപ്പുറത്ത് നടക്കാൻ പോയപ്പോ രണ്ടുപേരും ഈ പെട്ടിയും കയ്യിൽ ഓടിക്കളഞ്ഞു. അത് ഈ സാറിനോട് പറഞ്ഞിട്ട് സാർ വിശ്വസിക്കുന്നില്ല. സാർ ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. അവിശ്വാസം കൊണ്ടല്ല, പോലീസ് പിടിക്കുമെന്നായപ്പോൾ സ്വമേധയാ കീഴടങ്ങിയതാവാനും വഴിയുണ്ടല്ലോ. എന്നാ പിന്നെ സാറ് ഞങ്ങളെ അകത്താക്കിയിട്ട് തല്ലിക്കോ. ഇക്കാലത്ത് ഒരു നല്ല കാര്യം ചെയ്ത ആളാണല്ലോ പ്രതിഫലം. വിജയൻ, ഐ എം ദാസ്, രാംദാസ്, ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗ്രേറ്റ്ഫുൾ ടു യു. പക്ഷേ നിയമത്തിന്റെ ഫോർമാലിറ്റീസിൽ നിന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉള്ളത് നിങ്ങൾ രണ്ടുപേർ മാത്രമാണ്. അയ്യോ, അപ്പൊ സത്യസന്ധതയ്ക്ക് ഇവിടെ യാതൊരു വിലയില്ല സാർ. ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും എത്തിയാൽ മതി. സാറ് തന്നെ ഞങ്ങളെ ജാമ്യത്തിലെടുത്താൽ മതി. സാർ, ഇവിടെ ഞങ്ങൾക്ക് ആരും പരിചയമില്ല സാർ. നിങ്ങൾ അപ്സെറ്റ് ആവാൻ ആലോചിച്ച് നോക്ക്. ഈ മദ്രാസിൽ എത്രയോ മലയാളികളുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും പരിചയക്കാരൻ, ഒരു നാട്ടുകാരുണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മേൽവിലാസമില്ല. മേൽവിലാസമില്ലാത്ത നാട്ടുകാരാണ് അധികം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കിട്ടുന്നവരെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിലെത്തി. അയ്യോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആ പെട്ടി വല്ല കുപ്പത്തൊട്ടിക്ക് വലിച്ചെറിഞ്ഞാ പോരായിരുന്നു. രാഷ്ട്ര സേവനത്തിൽ ഇറങ്ങിയിരിക്കുന്നു. കറക്റ്റ് താ. സാർ, എന്റെ വീട്ടിനടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള ഒരു ആൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ടാക്സി ഡ്രൈവറായി. പുത്തൻപുരയ്ക്കൽ ബാലൻ, ടി ബാലൻ. ഓഹോ, ടാക്സി ഡ്രൈവർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. யாரா இருக்கும்? நம்ம பார்த்த கேஸ்ட்ல யாரு மிஸ் பண்ண? இன்னசென்ட்னா இல்ல. ஆமா, போலீஸ் உள்ள இருக்காங்கப்பா. ஐயோ, இவங்களுக்கு ஃபுல்லாவே ராங் டைமிங் தான். നമ്മളെ അന്വേഷിച്ചറിയിരിക്കും. யாரப்பா இவர்கள்? செம்ம டைமிங் பாடா. எப்படி ആകെ ഫലം പ്രഖ്യാപനം. അതിൽ 43 ഇടത് മുന്നണി. എന്താ ഇവിടെ കുടിച്ചു? அவர் தமிழ்ல பேசுறது ரொம்ப நாள் பேசிட்டு. ஐயோ, இன்னசென்ட் பிடிக்க முடியலையே. பாலட் கை கேமரா நம்மளத கை கேமரா நினைச்சேன். அதான் அப்ப சேசிங் நடக்க போகுது. அவர் டிரைவர் பிடிக்க போறாங்க. யார் பாருங்க, ஒரு குழப்பவாதியா இருக்காங்க. சிந்தாதிரி பெட்டு. അടയർട്ട് ചിന്താതിരിപ്പെട്ട. എന്താ ഇത്ര തിരക്ക്? വല്ലവന് കാറ്റ് പോയോ? എന്റെ കർത്താവ് വീട് പോയാ ഒന്ന് വേഗം വിടുമോ? അതെ, ഇത്തിരി പ്രായക്കൂടുതലുള്ള വണ്ടിയാ. ചെറുപ്പക്കാരെ പോലെ അത്ര പെട്ടെന്ന് ഓടാൻ പറ്റില്ല. അയ്യോ, കൊച്ചു ആദ്യം നിങ്ങൾ തീരുമാനത്തിലെത്തി. ഇത് ചിന്താതിരിപ്പെട്ട അതിനോട് വലത്തോട് തിരിഞ്ഞു പോകാൻ പറഞ്ഞു. ആ വീട്ടിൽ ഒന്ന് വേണം. വീട് പോലെ വേറെ വണ്ടി വെച്ച് പോണോ? പറയുന്ന അനുസരിച്ച് തന്നെ ഞങ്ങൾ അവസാനിപ്പിച്ചത്. അത്രയ്ക്കായോ? என்னப்பா இப்படியோ ஓடிட்டானுங்க. காசு ബാലറ്റിന്റെ ഓർമ്മയില്ലേ? ബാലറ്റിന്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള നാരായണകുട്ടിയുടെ മോൻ. നാരായണകുട്ടിയുടെ ഓർമ്മയില്ലേ? ബാലറ്റിന്റെ വീട്ടിലെ വെള്ളം പോലുള്ള തൊട്ടി കെട്ടിപ്പോയപ്പോ ഞാൻ വന്ന് എടുത്തത്. എനിക്ക് ഓർമ്മയില്ലല്ലോ. എനിക്ക് പാര വെച്ചിട്ടുള്ള അധികം മലയാളികൾ തന്നെയാണ്. മലയാളം സംസാരിക്കുന്നവരെ കണ്ട സ്വർഗം കിട്ടിയത് പോലെ.
ഇപ്പൊ മലയാളി എന്ന് കേട്ടാ മനുഷ്യന് പേടിയാവുക ചെയ്യുന്നത്. ഏത് ഒരിക്കലും മലയാളി പാടാൻ നെഞ്ചത്ത് ഉദയം പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളങ്ങനെ നിങ്ങളുടെ കാര്യമല്ല ഞാൻ யூனிவர்சல் ப்ராப்ளம் போல இது. அவருக்கு நமக்கு அப்படிதானே, எங்க போனாலும் தமிழ் பேசுற நாட்டுல தான் நம்மள மாட்டி விடுவானுங்க. ഇങ്ങനെയുള്ള എല്ലാ മലയാളികളും കള്ളവണ്ടി കയറി ഇങ്ങ് പോരും. അവരുടെയൊക്കെ തറവാണാണല്ലോ മലയാളിപ്പെടണം. ബാലേട്ടാ ഞങ്ങളുടെ കാര്യമല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നാ കാണാം കള്ളലക്ഷണമുള്ള മോന്ത, കയ്യിലൊരു എയർ ബാഗ്, ദിവസേന ജാഥയല്ലേ. ബാലേട്ടാ ഞങ്ങൾ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞതാ. ഈ പൊതുവെ പറഞ്ഞത് മതി. ഞങ്ങൾ ഒരിക്കലും പേടിപ്പിച്ചിട്ടില്ല, ആരുടെ പിടി പറിച്ചിട്ടില്ല. ഞാൻ നിന്നെ പറ്റി തന്നെ പറഞ്ഞേ. അത് ഇല്ല ബാലേട്ടാ, ബാലേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു. അത് ചുമ്മാ നാട്ടിലൊക്കെ ബാലേട്ടന് ഊക്കം പേരാ. ഞങ്ങള് ബാലേട്ടനെ പുകഴ്ത്താത്ത ഒറ്റ ദിവസം പോലും ഇല്ല അല്ലടാ. മോനെ രാമാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുത്തില്ലേ? ഞാൻ വിളിക്കാം. വേണ്ട, ഇതുവരെ ഞാൻ തന്നെ വിളിച്ചു. വേണ്ട, വേണ്ട, വേണ്ട. ലക്ഷ്മി ஏன் இவ்வளவு லேட்டு? பசங்க தூங்கியாச்சா? இவங்களா யாரு? உனக்கு தெரியாது, ஊரில் இருந்து வந்திருக்கேன். வா, எதுக்கு? அப்புறம் விவரமாய் சொல்றேன், நீ சாப்பாடு எடுத்து வச்சிரு. இதா. இவங்க தமிழ் கேரக்டர் போல. സത്യാണ് കേട്ടത്. എന്ത്? ബാലേട്ടന്റെ ഭാര്യ ഒരു തമിഴത്തിയാണെന്ന് നാട്ടി വെച്ച് കേട്ടപ്പം വിശ്വസിച്ചില്ല. ആ, എന്താ കുഴപ്പം? എനിക്ക് മലയാളികളായിട്ട് ഒരു ഇടപാടില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ശരിയാണല്ലേ? എന്ത് മേഖലയിലോട്ടെ നിങ്ങൾ അടുത്ത പരിപാടി എന്താ? നാളെ തന്നെ സ്ഥലം വിടല്ലേ? ഇത് ബാലേട്ടന്റെ സ്വന്തം വീടല്ലേ, നല്ല സൗകര്യം. ഒരു 5-8 ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം അല്ലടാ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. சாப்பிடுவாங்க. അതെ. വാ. നാളെ കാലത്ത് 11:15 ഒരു വണ്ടിയുണ്ട് നാട്ടില്. அங்கதான் போக முடியாதே. കിടന്നോ, കാലത്ത് വിളിക്കാം. ബാലേട്ടാ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. ബാലേട്ടാ അത് വെറുതെ മനുഷ്യനെ തൊന്തരപ്പെട്ടല്ലേ. ബാലേട്ടാ വേറൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ വെച്ചേ പിന്നെ സ്ഥിതിയൊക്കെ വളരെ മോശമായി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കടപ്പാടം വരെ അമ്മയ്ക്ക് വെക്കരുത്. എന്നെങ്കിലും ഞാനൊരു കര പറ്റുമെന്ന് പാവം അമ്മ വിചാരിച്ചു. ബാലേട്ടനറിയോ, ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ അനാഥയെ പോലെ കഴിയ എൻ്റെ അമ്മ അറബിക്കഥകളിലെ രാജകുമാരനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം. മടുത്ത് ബാലേട്ട. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി. വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരുട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അത്രയുള്ള എൻ്റെ ആശ. സെന്റിമെന്റ്. പോയി കിടന്നുണ്ട്. ഏതായാലും നേരം എടുക്കട്ടെ. പട്ടിണി കിടന്നിട്ടുണ്ട്, വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പുത്തമ്പുരയ്ക്ക് ബാലൻ ഒരുത്തന്നെ കാലി പിടിച്ചിട്ടില്ല. അറിയോ, കാശും പണവും ഇല്ലെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ഇടയില് അതുകൊണ്ട് ബാലൻ ഒരു വെയിറ്റ് ഉണ്ടായി. ഇന്ന് അത് കളയാൻ പോവാ. 5-10 കൊല്ലം മുമ്പുള്ള കഥയാ. മകനാന്തകത്തൊരു സവാരി പോയിട്ട് രാത്രി കാർ ഓടിച്ചു വരികയായിരുന്നു. നേരം വൈകിയതുകൊണ്ട് റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നു. പഴയ ലാൻഡ്മാർക്സാ. ഹെഡ്ലൈറ്റിന് സൂര്യന്റെ വെളിച്ച ദൂരെ നിന്ന് എന്നെ കണ്ടു. അങ്ങോട്ട് പൊടിയായി കിടന്നു. ഒരു ബോർഡ് കാണും. ഞാൻ വണ്ടി നോക്കിയപ്പോ ഓവുചാൻ്റെ ഒരു മനുഷ്യൻ ഭൂതശ്വാസം മരിക്കുക. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അയാളെ വെച്ച് വണ്ടിക്കകത്ത്, പിന്നെ 100 മൈൽ സ്പീഡിൽ ഒറ്റ പോക്ക. 10 മിനിറ്റ് കൊണ്ട് ജനാസ്പത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ആള് കാഞ്ഞു പോയി കാണും അല്ലേ? ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ലല്ലോ. ആ മനുഷ്യനെ കാണാൻ നമ്മളിപ്പോ പോകുന്നത്. ஆஹா, ஆனா இவங்க 2 பேர் தான் சேலின்னு அவருக்கு தெரியாது. அவருக்கு தெரியாது. அந்த 2 பேரும் அதான் காமெடி. இப்ப എന്തൊക്കെയാണ് ബാല ഈ പാവപ്പെട്ടവരൊക്കെ താൻ മറന്നു കാണുമെന്നാ കരുതിയത്. അയ്യോ, പല പ്രാരാബ്ദങ്ങളായി. இங்கதான் ஒர்க் வாங்கி கொடுக்க போறது இவங்க 2 பேருக்கு. തനിക്കോ? ഞാനിവിടെ നടക്കാനാ. ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. ആ കാര്യം പറഞ്ഞാല എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. പറഞ്ഞോ. എനിക്ക് വേറെ ആരോടും പറയാനില്ല. രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി. அவருக்கு இது ரொம்ப சாதாரண விஷயம் போல அப்படின்னா. ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ബികോം പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഇവൻ പ്രീ PhD. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നു. ഈ ബാലൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാ, അതുകൊണ്ടായി ചോദിക്കുന്നത്. ഓ, ഇപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് എന്നെ തിരക്ക് വന്നല്ലോ, അതാ എനിക്ക് സന്തോഷം. ഈ ദാസന്റെ കാര്യം എനിക്ക് പ്രധാനം. എന്റെ കാര്യം ബാലേട്ടന് വളരെ പ്രധാനമാണ്. ദാസൻ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യട്ടെ. ഞാനും. ഇയാള് തൽക്കാലം ഗോഡൌണ് ഒഴിവ് വരുമ്പോ ഓഫീസിൽ കയറാം. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാണ്. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല. അതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. മുതലാളി വന്നത് കേട്ടാണ്. അത് മതി. അപ്പൊ നാളെ തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം. ஐயோ, இந்த உண்மை தெரிய வரும்போது எப்படி இருக்குன்னு நினைச்சு பாரு.
എന്നാ പറയട്ടാ ഇവയ്ക്ക് டோர் அந்த பக்கமா இருக்கு பாருப்பா. നാട്ടിൽ നിന്ന് വന്ന് പെട്ട കൃഷികളാണ്. ഒരു വീട് അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല. മാസാമാസം കൃത്യമായിട്ട് വാടക വല്ല വീടും കാര്യമില്ല. നോക്കാം. ആ ഇവൻ കാണിച്ചു. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ആരെക്കടോ? ஆமா அங்க எப்படி பாரு டோர். இருக்கு டாக்ஸி எப்படியா இருக்கும் தெரியாதே இப்போ. முன்னாடி முன்னாடி எப்படி இருந்திருக்கு பாரு. ഇവിടെ. അതെ അവിടെ ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും പാലേട്ടാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു 1000-1500 രൂപ കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും പോരാ. നിനക്കിപ്പോ ഒരു 5000 രൂപ, മറ്റവനൊരു 4000 രൂപ. അപ്പോ രണ്ടാൾക്കും കൂടി 9000 രൂപ. എന്താ പോരെ? നിനക്ക് തലയ്ക്ക് വല്ല പ്രാന്തല്ല. കൂടി വന്നാ ഒരു 500 രൂപ. 500 രൂപ? അയ്യേ. ഉണ്ടെങ്കിൽ പോയാ മതി. അല്ല ഞാൻ പിന്നെ പാലേട്ടാ കൊടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഒന്നുമില്ല കയ്യില്. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങ് പോകുന്നത്? രണ്ടടങ്ങ ഇവരെ ചോറിനുള്ള ഒരു വയറും ഇനിയൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ? ரொம்ப வெள்ளையந்தே நடிச்சிருக்காருப்பா இதுல. ஜூர் பத்தியா? அவர் ரகடு டான் ரகட். சென்னை பாய் இல்ல. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരാ. பெட்ரூம் അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹോൾ. இவங்க 2 பேர் சாதாரண ஆளு கிடையாது. நீ பாவம் பார்க்காதவங்க 2 பேரும். നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണം അർത്ഥം. അതെ നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. கலந்து குடிச்சா இருந்தாலும் பரவாயில்ல. இப்ப அடுத்தது யோசிக்கவே பண்றாங்களே. അതെ 2000 ரூபா தானோ? அவங்களுக்கு சம்பளமே 500 ரூபாய் தான் தந்துட்டு இருக்காங்க. ഇനി താഴട്ടെ 1000 കുറച്ചുകൂടെ താഴെ 750 അല്ല കുറച്ചുകൂടെ താഴെ. ഇനി എവിടം വരെ താഴെ പറ. ഒരു 150 2 ബെഡ്റൂം, தோட்டோ. കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്, 150 രൂപ വാങ്ങാൻ. പറ്റിയ സ്ഥലമാ. 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150 ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധുള്ള ഒരു വീടാണ്. നല്ല സൗകര്യമുണ്ട്. നോക്കിക്കോ. ആഹാ പ്രമാദമാ ഇരിക്കണേ. നീங்க 2 പേര് തന്നെ. ഇങ്ങനെ ചമയൽ പണ്ടല്ല. ചമയല് ഓ പറഞ്ഞ പോലെ അവിടത്ര വശമായിട്ടില്ല അല്ലേ? ചമയല് വെച്ചാ പാചകം. അപ്പൊ ശരിക്കുള്ള അവിടുത്തെ ചമയൽ എന്താ പറയാ ഇവിടെ? ചമയല് അപ്പൊ മലയാളമാക്കൊന്നും വലിയ വശമില്ലല്ലേ? செம்மால் என்னது? இந்த நாட்டு மக்களுக்காகத்தான் நாங்க இந்த மருத்துவமனையை இங்கு கட்ட யாரா அது? இது என்னுடைய தனிப்பட்ட நோக்கம் அல்ல. உங்கள் ஆரோக்கிய வளர்ச்சிக்காகவே அரசு இப்படி ஒரு முடிவு எடுத்திருக்கிறது. எனவே ஆஹா கலைஞர்ப்பா அவரு. இந்த இடம் பூராவும் அரசுக்கு சொந்தமானது. இங்கே கட்டியிருக்கும் குடிசை மற்றும் வீடுகள் அத்தனையும் போன காலத்திலே கொடியை மட்டும் மாத்திருக்காங்க சும்மா. அரசு கருப்புக்கு பதிலா கிரீனை கொடுத்தாங்க. இந்த இடம் இப்போ எங்களுக்கு சென்றது. இங்கே குடியிருக்கும் மக்கள் அனைவரும் உடனே காலி பண்ணி போக வேண்டும். വീടുകളൊക്കെ കാര്യമാണെന്ന് അയാൾ പറഞ്ഞു. അതൊക്കെ അങ്ങനെ കിടക്കുന്നേ. ആര് കാര്യമാണ്? ആരെ പ്രസംഗിക്കുന്നതാണ്? വെങ്കടേശൻ പ്രശ്നം ഉണ്ടാക്കോ? ഒരു പ്രശ്നമില്ലെന്നേ. ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ വാ. അവിടെ ഔഷധം அடுத்த ஆளு போற இடம்லாம் அடிதான். ശ്രദ്ധിച്ചില്ല. ഞാൻ ഓഫീസിനകത്ത് കയറി. ഞാനുമായി സംസാരിക്കുന്ന തീയതിയിൽ കണ്ടെത്താൻ സാധനം കുഴപ്പം. സിറ്റിയിൽ മറ്റൊരു നിലവിലുള്ള ഒരു കമ്പനി മുതലാളിക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടത് പെട്ടെന്നാണ് കരുതിയത്. പതുക്കെ പറയൂ. ശോഭനകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ആ തീയതികളെ ശരിപ്പെടുത്തുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റും. അത് ഞാൻ ഏറ്റു. இவங்க தானே ரைட்டு. മിസ്റ്റർ ദാസ്. ജോലി എന്താണെന്ന് അറിയാതെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ഓ ഐ സി. ആ അക്കൗണ്ട് സെക്ഷനിലെ ക്ലർക്കിനോട് വരാൻ പറയും. ஏய் சோபனா. ஓ மை. This gentleman will help you, Miss Radha. He is the professional. Take him and teach. Okay. இவ்வளோ எங்க இப்பதான் பாக்குறோம்ல அவங்கள. 2 பேருமே செம்மையா இருக்காங்க. Yes. See the figures on the left page. See the figures on the left page. There are 4 columns. Column number 1. Audited figures for the latest financial year as on 31/12/1986. Column number 2. Oh. Audited figures for the previous financial year, that is 31/12/1985. ഇങ്ങനെ ഇരിക്കാൻ ഒന്നും കിടക്കില്ലേ?
Column number 3, profit before tax. Column number 4, profit after tax. പുരുഷന്മാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഇവിടെയൊക്കെ നിരുത്താനുള്ള മര്യാദ പോലും അഹങ്കാരി. മലയാളം തെരിയെന്ന് നിனைக்கிறவங்களுக்கு ഓഫീസിൽ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കംപ്ലൈന്റ് ചെയ്യും? അയ്യോ അത് ഞാൻ പറഞ്ഞില്ല. കുട്ടി മലയാളിയല്ലേ? സോറി സോറി. அவர் தமிழ்நாடு சொல்லிட்டு ஒரு மலையாளத்தில் பேசிட்டு இருந்திருக்கு. You are at these figures from a profit and loss ledger. There are some... അയ്യോ. Are you mad? கஷ்டம். ஏன் இவருக்கு மட்டும் இந்த வேலை கொடுத்துட்டாங்க? இந்த மூட்டையெல்லாம் தூக்கி லாரி ஆயிட்டுருப்பா. മൂട്ടെ? ஆமா மூட்டை. ഇതൊക്കെ ഒന്ന് മൂട്ട ഫാക്ടറി. അത് ശരി. അപ്പൊ ചുമടെടുക്കലാണ് ജോലി. എടാ ബാല സുഹൃത്താ, இவரு ஒருத்தருப்பா அவனா போய் மறைஞ்சுக்கிறாரு. ஒரு மைண்டுக்குள்ள எத்தனை விஷயம் தான் போடுவானுன்னு தெரியல அவனுக்கு. அதுதான். എന്താണ് സാറൊക്കെ ഏതൊക്കെ അവരൊക്കെ നമ്മുടെ ഓഫീസിലെത്തി. എന്താണ് ഇതിന്റെ അർത്ഥം? ആരെന്ന് പറയണു? അതേ സിഐഡികൾ അന്ന് കടപ്പുറത്ത് വെച്ച അറബികളായി. പിന്നെ പോലീസുകാരുടെ സിവിൽ വേഷത്തിൽ വന്ന അതേ സിഐഡികൾ ഇവിടെ വരെ. ഒരു സിഐഡി നമ്മുടെ ഗോഡൌണിൽ ചാക്കറ്റ് കൊടുക്കും, മറ്റേ സിഐഡി നമ്മുടെ ഓഫീസിൽ ഫയലുകൾ വെച്ചിരിക്കും. ഓ മൈ ഗോഡ്. ഓഫീസിൽ കയറിപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച് എന്നെ അകത്താക്കാനുള്ള പുറപ്പാടാണ്. ഇനി വൈകണ്ട. വൈകുന്നേരം മുതൽ അവരെ വിടാതെ പിന്തുടരുക. സർ, നാളെ നേരം എടുക്കുന്ന മുമ്പ് അവർ ഡെഡ് ബോഡി റോഡിൽ കിടക്കണം. അയ്യോ. എനിക്കെതിരെ നീങ്ങുന്നവർക്ക് അതായിരിക്കും അനുഭവം എന്ന് സിഐഡി മനസ്സിലാക്കട്ടെ. ஓ இந்த சீனை எடுத்து அப்படியே நம்ம தமிழ்ல ஃப்ரெண்ட்ஸ்ல வச்ச மாதிரி இல்ல? നല്ല ഒരു பாஸ் அந்த ரெண்டு பேரும் ஏன் பாஸ் இங்க வேலைக்கு வச்சிருக்கீங்க அப்படின்னு ஆமா. துரத்திட்டே வருவாங்களே. ചൊവ്വാഴ്ച പുട്ട്, ബുധനാഴ്ച ഇഡലി, വ്യാഴാഴ്ച ദോശപ്പൊട്ട് ഇഡലി എല്ലാം കൂടെ ഒന്നിച്ച് അടിമപ്പണി ഞാൻ നിർത്തി. നീ വലിയ ഓഫീസറത്തി, ഞാൻ ചുമട്ടുകാരൻ. പുട്ടും പൊട്ടും ഒക്കെ തന്നെത്താനുണ്ടാക്കി കഴിച്ചോളാം. നിന്റെ സ്വഭാവം വഷളായി വരും. എനിക്ക് നിന്റെ സ്വഭാവത്തിൽ വേണ്ടടാ. നീ ആ കള്ളം പാലിനോട് ഒരു അക്ഷരം പറഞ്ഞു. ഞാനും കോളേജിൽ പോയിട്ടുണ്ട്. 3 ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നല്ല. ഇഡലി നീ ശരിയാവൂല. നീ ശരിയായില്ല, അത് മതി. நாங்களும் வேற வீடு பார்த்துட்டே இருக்கோம். இப்படி எவ்வளவு நாளா சொல்லிட்டு இருக்க போறீங்க நீங்க? இப்படி சொல்லி சொல்லியே காலம் தரீங்க நினைக்கிறீங்களா? ஆஹா இவங்களுக்கும் பிரச்சனை தான் போல. അത് നമ്മുടെ ഓഫീസിലെ പെൺകുട്ടിയല്ലേ? ഏത് പെൺകുട്ടി? പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ചാട്ടം വാങ്ങിക്കണ. அங்க இருந்து ஆரம்பிச்சு எங்களுக்கு வேற வீடு கிடைக்கணும் இல்லையா? இனிமே அதை பத்தி பேசி பிரயோஜனம் இல்ல. இனி வேறையும் கொடுத்தனங்கள் இருக்கு. அவங்களுக்கும் தெரியும் தான் சொல்றேன். அம்மா இങ്ങോട്ട് വന്നേ. എന്താ പ്രശ്നം? ഞാൻ ഇടപെട്ട് ശരിയാക്കണം. അമ്മ വരുന്നേ. கடைசி கையில சொல்றேன். இன்னும் 1 மாசம் டைம் தரோம். அதுக்குள்ள வீட்டை காலி பண்ணியா? അതെ അതെ, എന്നാ വിശേഷം? யாரா நீ? സ്വന്തം വീട് താമസിക്കുന്നു. உனக்கு சேர்த்தாண்டா சொல்றேன். இந்த ஆஸ்பத்திரி கட்ட போறாங்க. 1 மாசத்துக்குள்ள ஐயோ ஐயோ. ഞങ്ങള് വാടക എടുക്കുന്ന വീട് കാലി ചെയ്യണമെന്നോ? അതൊന്നും പറ്റില്ല. ஏய், என்ன சொன்ன? എന്നെ ചൊല്ലിയാലും വീട് കാലി ചെയ്യാൻ പറ്റില്ല. സ്ത്രീയോട് വേണ്ടതൊക്കെ നടക്കണം. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് മേറ്റൽ കണ്ടിട്ടാ വന്നിരിക്കുന്നത്. ആരവന്മാര്? ஏய், தலைவர் கோவை வெங்கடேசன் யாருன்னு தெரியுமா? ஆஹா. അവന്റെ കോപം ഇവിടെ ചെലവാവില്ലെന്ന് പറഞ്ഞേരെ. ஏய், தலைவரை பத்தி சொல்லாம அவ்வளவுதான். இந்த சீனோட வெயிட்டேஜ் அவங்களுக்கு புரிந்ததில்லை, நமக்கு புரியும். ஏரியாக்குள்ள வந்து ஏரியாவுல ஃபைட் பண்ணி இருக்காங்க. அதை விட அவங்க டிஎம்கே லீடர் கூட ஃபைட் பண்ணிட்டு இருக்காங்க. அதான். മടിയില്ലാത്ത കൂട്ടരാ. ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ സർക്കാരിന്റെയാണ്. കോവൈ വെങ്കടേശൻ എന്ന് പറയുന്ന ആള് മലയാളിയാ. സർക്കാരിലൊക്കെ അയാൾക്ക് നല്ല രൂപമാണ്. ഈ കാണുന്ന വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റി ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കിട്ടാൻ പറയണം. അല്ലാതെ ഇവിടെ പോവാൻ. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്. നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ. നീ അരി കഴിക്കാൻ എടുത്തിട്ടാ. ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണിലെ ചുമടെടുക്കുന്ന. ഈ വീടിന് എന്താ വാടക? 200 രൂപ. ഞങ്ങളുടെ വീടിന് 250 150. ഇപ്പൊ കൂട്ടി. ഓ, വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആ, എന്റെ വീട് തൃശ്ശൂരിനടുത്താണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു? അവൾ ഒരുപാട് പഠിച്ചതാ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് അരി എടുക്കാൻ പറഞ്ഞത്. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി. കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അടുക്കളയെ കുറച്ച് പണിയുണ്ട്. എനിക്കോ? അല്ല, ഞങ്ങൾക്ക്. അതെ. ഓ,
പോണവங்க ആൾ കൂട്ട് വர പോறாங்க. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞത്. റൂംമേറ്റാ, മുതലാളിയല്ല. കേറി ഭരിക്കരുത്. അരി കഴുകുക, അരി കഴുകുക. ആ അരി. അരി കഴുകുക. കഴുകടാ അരി. കഴുകടാരി. ശമ്പളം കിട്ടിക്കഴിഞ്ഞാലുടൻ നാട്ടിൽ വരുന്നതാണ്. ഇനി എന്നെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കരുത്. നമ്മുടെ കഷ്ടകാലം എല്ലാം മാറും അമ്മേ. മദ്രാശി വലിയ പട്ടണമാണെങ്കിലും പാവങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ സാധിക്കും. ഞാൻ നാട്ടിൽ വന്നാൽ അമ്മയും എന്നോടൊപ്പം വരണം. ഒരു 10 ദിവസമെങ്കിലും കൂടെ താമസിക്കണം. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു அரை மணி நேரத்துக்கு ஒரு அம்மா சென்டிமெண்ட்டை போட்டுடுறாங்கப்பா. അവിടെ 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 ஆப்போசிட்ல അയ്യോ അതിന് കൊടുക്കാൻ. வந்துட்டாங்க. ഞാൻ ട്രേഡേഴ്സിന് വരിക. ട്രേഡേഴ്സ് ആ നിങ്ങൾ രണ്ടാളോട് പെട്ടെന്ന് തന്നെ മുതലാളി പറഞ്ഞു. ஓ இங்க இருந்து கூப்பிடுறாங்க. പെട്ടെന്ന് ഒരു അത്യാവശ്യ കാര്യത്തിന് പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് മുതലാളി അമേരിക്കയ്ക്ക് പോവുക. 1 മാസം കഴിഞ്ഞ് വരും. എല്ലാ സ്റ്റാഫിനെയും കണ്ട് ഒരു ജോലി ഏൽപ്പിച്ച് പോകാനാ. ഓ അത് ശരി. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ ദാ, വിജയ, ദാ, എനിക്ക് ദാ, മുതലാളി കാറ് കൊടുത്ത് അയച്ചിട്ടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ വാ. என்னப்பா இவங்க என்ன சொன்னாலும் நம்பிடுறாங்க. இந்த வந்த வழிக்கு கார் திரும்ப ഇവിടെ. ഹലോ ஆஹா, பண்ணிட்டாங்கப்பா. அவர் பேர் அப்பயே லெகின்ஸ்லாம் போட்டுட்டு இருக்காரு. நல்லா தான் இருக்கு. இது ஓனர் குரூப் தானா? ம் இவங்க சிஐடி நினைச்சிட்டு பயங்கர எனர்ஜெட்டிக்கா இருக்காரு. ஐயோ. എന്തിനാ നമ്മളെ തല്ലിയത്? ആരാ നമ്മളെ തല്ലിയത്? தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பார்ட்டில் சந்திப்போம். Bye பாய். bye.